ദേഹവാസകലം ഇളകിയിട്ടുണ്ട്. എന്റെ കൃഷ്ണ, അയ്യോ എന്റെ പൊന്ന് കൃഷ്ണ, നീ ഇങ്ങനെ 16,000 എണ്ണത്തിന് സഹിച്ച് ഒരെണ്ണത്തിനെ ആയിട്ട് എന്റെ പൊന്നോ. അതെ, നല്ല ഇടിയും ചവിട്ടോ കിട്ടി കാണുമല്ലേ? അതെ, വീണ്ടും സോറി കേട്ടോ. തീരെ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല, അതാ ഞാൻ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ. ഇപ്പൊ എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നെ കുഴിയിലോട്ട് എടുക്കേണ്ടി വന്നേനല്ലോ. അതെ, ഈ ആയോധന കലകൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്നിട്ട് ഇങ്ങനെ ഇനി ഉണ്ടായിരുന്നെങ്കിലോ. അതെ, കൃഷ്ണന്റെ കമ്പനി കൊടുക്കൂ. എനിക്കൊരു കോൾ വിളിക്കാറുണ്ടായിരുന്നു. അതിനൊന്നും ചെയ്യല്ലേ, പാവ. അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ. പിന്നില്ലാതെ ഇങ്ങനെയൊക്കെ എടാ, ആരായാലും കൊല്ലും. ഞാനത് നിന്നെ അടിച്ചു വന്നേനാ. എടാ, നീയല്ലേ പറഞ്ഞ അവള് ഭാര്യയാണ്, കുടുംബിനിയാണ്, കുടുംബശ്രീയാന്നൊക്കെ. എടാ, ഭാര്യാന്ന് വെച്ച് എടാ ഇതിനൊക്കെ ഒരു രീതിയുണ്ട്. നീ ആദ്യം ഒന്ന് അടുക്ക്, അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യങ്ങള്. അപ്പം നീ പറയുന്നത് ഭയങ്കര റോങ് ആണോ? വളരെ മോശമായി പോയി, തെണ്ടിത്തരാ നീ ചെയ്ത. ഓ എടാ, ഇനിയിപ്പൊ എങ്ങനെ ഒതുക്കും? എടാ, ദാമ്പത്യ ജീവിതത്തില് സോറി എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ആദ്യ ഘടകമാണ്. ഒരു കാര്യം ചെയ്യ്, തഞ്ചത്തിൽ പോയി ഒരു സോറി പറ. സോറിയോ? ഞാൻ ഹരിതയോട് പോലും ഇതുവരെ സോറി പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ഇങ്ങനെ ചിലപ്പോ ഡീലാവും. നോക്ക്, പറയല്ലേ? പറയണം, ഉറപ്പായിട്ടും പറയണം. പിന്നെ ഇനി തൊട്ടേനും പിടിച്ചനൊക്കെ ഇക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കല്ലേ. എടാ, എനിക്കിവിടെ 100 കൂട്ടം കാര്യങ്ങളാ. അതിന്റെ ഇടയിലാ നിന്റെ തല്ലിയതും പിച്ചതും നുള്ളിയതൊക്കെ ഉള്ള കാര്യങ്ങള്. പിന്നെ ഞാൻ വിളിക്കാം. സോറി പറയാല്ലേ? ഈഗോ കുഴപ്പമില്ല. പ്രിയേ, ഞാൻ ചെയ്ത ഭയങ്കര തെറ്റാ. ഒരിക്കലും അത് അരുതരുതായിരുന്നു. എനിക്കറിയത്തില്ല ഇനി ഏത് കെങ്ങേപ്പോയി കുറിച്ചറിയ പാപമൊക്കെ തെറ്റുണ്ടാവും. എന്നാലും ഞാൻ ഉള്ളി തട്ടി പറയുക, മാപ്പ്. കോപ്പ് പോയാ ഓളൊന്നും ഒരു നടക്കി പോകത്തില്ല. എന്റെ കൈകൂടെ ചൂടറിയും. ഇവളെന്നെ വളയാത്ത വളയ്ക്കും ഞാൻ, കുട്ടിക്കും ഞാൻ. വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കേറാൻ കാത്തിരുന്നവരാണ്. റിമോട്ട് ചാനലിൽ പരസ്യം വരും. റിമോട്ട് കാണുന്നില്ലല്ലോ. അതെ, ഞാൻ പോവാ. വായിക്കാതെ. അതെ, ഞാൻ പോവാന്ന്.
പോവാനും തോന്നുന്നില്ലല്ലോ. സാറിനെ ഒന്ന് വിളിച്ചാലോ? ഹലോ സാർ, ഞാനേ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് ഭയങ്കര മേലുവേദന, തലവേദന. ഞാനേ ഇന്ന് വർക്ക് ഫ്രം ഹോം എടുക്കട്ടെ? അയ്യോ സാറേ, അതല്ല. എടുക്കും സാർ, അവിടുത്തെ ജോലി എടുക്കും, ഇവിടുത്തെ ജോലി എടുക്കും, എല്ലായിടത്തും ജോലി എടുക്കും. താങ്ക് യു. ഓ പാവം മനുഷ്യൻ. ഇന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കും. പോരാമേ. എന്തുറ്റി? കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു വർക്ക് ഫ്രം ഹോം. ഹാപ്പി ആയില്ലേ? എനിക്കറിയാം എന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. വരുന്നില്ലേ? ബാ. കൃഷ്ണ, എന്റെ ശാന്തി മുഹൂർത്തം അങ്ങനെ വൈകുവോ? വരുന്നുണ്ട്. വന്നില്ലേ? എവിടെ കിടക്കുന്നത്? ഹലോ, ഇത് നമ്മുടെ വീട്ടിലാ. നമുക്ക് കിടക്കാനുള്ള വീട്ടിൽ. എടോ, എനിക്ക് കുറച്ച് ടൈം വേണം. എനിക്ക് പെട്ടെന്നൊന്നും പറ്റില്ല. ടൈമോ? ഇപ്പത്തിന് പാതിരാത്രിയായില്ല. ഇങ്ങനത്തെ ടൈം വന്നേ. എടോ, എനിക്ക് പെട്ടെന്നൊന്നും പറ്റില്ല. എനിക്ക് എന്റേതായിട്ടുള്ള കുറെ റീസൺസ് ഉണ്ട്. റീസണാ? പെണ്ണാണോ വന്നപ്പോന്നും പറഞ്ഞില്ലല്ലോ. പെണ്ണ് കാണാൻ വന്നാൽ പറയാൻ സൗകര്യമില്ല. ശല്യമായാലും ഇത് റീസണാ? ഇനി ഹരിതയുടെ കാര്യമല്ലോ അറിഞ്ഞാണോ? ബ്രേക്കപ്പ് ഈസ് വേക്കപ്പ് എന്നല്ലേ? ഉറങ്ങാനും പറ്റുന്നില്ല. ഐ ആം ഫ്രസ്ട്രേറ്റഡ്. ദൈവമേ, അടുത്ത ആഴ്ച ഹരിതയുടെ കല്യാണം. അതിനേക്കാളും എനിക്ക് നടത്തണം. ChatGPT, വാട്ട് ഈസ് മൈ വൈഫ്സ് പ്രോബ്ലം? ഹോമോസെക്ഷലാ?